ഹലോ, എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു കുറുമക്കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് ചപ്പാത്തി, പൊറോട്ട, അപ്പം എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഓവർനൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ആണിത്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ പ്രഷർ കുക്കറിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം ഞാനിപ്പം ഗ്രീൻ പീസ് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ 2 വിസിലിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ചിലപ്പോൾ ചില ഗ്രീൻ പീസൊക്കെ 2-3 വിസിലടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഗ്രീൻ പീസ് അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. പിന്നെ വേവിക്കുമ്പം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അധികം ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. ഒരു കടായി എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഇവിടെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് വരുന്ന സവാളയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ചെറിയ രീതിയിൽ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് സവാളയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ സവാള നന്നായിട്ടൊരു കളർ ചേഞ്ചായി വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള വാടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതായത് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഫൈനായിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ മിക്സ് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് ഇതുപോലെ നല്ല കളർ ചേഞ്ച് ആയിട്ട് വരണം. ഇനി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഓവറായിട്ട് മസാലപ്പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത്രയും മാത്രമേ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മളെ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ നല്ല വെണ്ണത്തിനൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു ചെറിയ കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് തന്നെ മതിയാവും കേട്ടോ. വലുതാണെങ്കിൽ ഒരു പകുതി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 3-4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോ, കോളിഫ്ലവർ അങ്ങനെ ഏത് തരം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റും രുചിയായിരിക്കും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിന് വേകാൻ ആവശ്യമായുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇവിടെ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. 5 മിനിറ്റ് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ വെജിറ്റബിൾസൊക്കെ പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനും ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിതിൽ ചേർത്തുള്ള വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇതുപോലെ നല്ലവണ്ണം തന്നെ തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം തേങ്ങയുടെ അരപ്പ് അരച്ചിരുന്നില്ലേ അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മുഴുവനും ഞാൻ അതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ വെജിറ്റബിൾസും ഗ്രീൻ പീസും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സാക്കി തേങ്ങയുടെ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കരുത്. ഒരു തിള വരുമ്പോഴത്തേന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിന് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാനിപ്പോൾ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. ഫൈനലായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴും തന്നെ നല്ലൊരു മണവും രുചിയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഒരു തിള വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള കുരുമുളകൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കുറുമക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ പൊറോട്ട, ചപ്പാത്തി എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.